ഞാൻ തമിഴ്നാട്ടുകാരനാണ് ഗൈസ്. അപ്പം ഇല്ലേ ഇവർ വന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന്, നിൽക്കണ വേണ്ടെന്ന് ഇവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഇവർ തീരുമാനിക്കും, പഞ്ചായത്തിൽ നിന്നുള്ള ഇവരാണെന്ന് പറഞ്ഞാൽ ഇവരിവിടെ നിൽക്കണ വേണ്ടെന്ന് ഇവർ തീരുമാനിക്കും. നിങ്ങൾ ആരാ തീരുമാനിക്കാൻ? അത് പറ. ഇത് മൊത്തം നിന്ന് ഇഷ്ടം മൊത്തം വരും വലിയ അതെന്ന് പറ. ഞാനിവിടെ നിൽക്കണം, ഈ വീട്ടിൽ താമസിക്കണം, ഞങ്ങൾ ഇവിടെ താമസിക്കണം വേണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഡീറ്റെയിൽ തരണ്ടേ സാറേ? ഒരു 2 വർഷമായി സാറേ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. വാർഡ് മെമ്പർക്ക് ഇവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ, കാരണം പുതിയ ആശാവർക്കറാണ് അജിമോളേജ്, അവരൊരു ഡീറ്റെയിൽ കാര്യങ്ങളോ തരത്തില്ല. നമുക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് ഡീറ്റെയിൽ വേണം. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഈ 2 വർഷമായിട്ട് അംഗീകരിച്ചില്ല. ടാങ്ക് കെട്ടുന്ന സംഭവങ്ങളാണേലും ടാങ്ക് എല്ലാം കെട്ടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ക്ലീൻ ആക്കിയിട്ടുമുണ്ട്. നിങ്ങൾക്കാണ് ഓരോ ദിവസം ഓരോ ചൊറിച്ചൽ. ഈ പരാതിയിൽ എഴുതിയിരിക്കുന്ന ജെയ്സിലി എന്ന് പറയുന്ന ആൾ നാട്ടിലില്ല, വേറെ നാട്ടിൽ പോയിരിക്കുവാണ്. വേറെ മക്കളാണ് ഇവിടെ ഉള്ളത്. ഇത് ടാങ്ക്, ഇതിൻ്റെ അകത്ത് 5 റിങ്ങുണ്ട്. അവിടെ 2 ടാങ്കുണ്ട്, അപ്പുറത്ത് 2 സെപ്റ്റി ടാങ്കിൻ്റെ. ഇത് ഇവിടെ ഉഴുന്ന് വെള്ളം മാത്രം തന്നെ, ഉഴുന്നിൻ്റെ വെള്ളം വരത്തുള്ളൂ. ഉഴുന്ന് വെള്ളം ഉഴുന്ന് കഴുകി വിടുന്ന വെള്ളം നേരെ ടാങ്കിലേക്ക് വരും. ടാങ്കിൽ വന്നാലും ചെറുതായിട്ട് ഓവർഫ്ലോ ആയിട്ട് വന്നാലും ഈ കുഴി വന്ന് പോകും. ഇവിടെ വെള്ളമൊന്നും കെട്ടിക്കിടക്കും. അത് ഭയങ്കര, എനിക്കിവിടെ ഒന്നും മണമില്ല, ഇവിടെ ഒരു തുള്ളി മണവുമില്ല. അവർക്ക് ഭയങ്കര മണമെന്ന് ആര് പറയണം. അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവർക്ക്. ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് വലിയ തേങ്ങയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയല്ലോ. അവർ വലിയ ആളാണ്. അവർ ആശാ വർക്കർ വന്നിട്ട് ഇവിടെ തൊലിക്കണ കിടന്നുണ്ട്. എനിക്കൊന്നും തീവശത്തിനില്ല. നോക്ക്, മഴവെള്ളം ഒഴുകി വരുന്നതാണ്. അവിടുന്ന് മഴവെള്ളം ഇങ്ങനെ വേണമെല്ലാം ഒഴുകിയിട്ട് വരും. പിന്നെ ഒഴുകി ഇവിടെ വരും. അതുപോലെ ഇവിടെ വേണം മഴയുടെ ഇതും ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് കാണാനേ പോകുന്നില്ല. ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് പോകുന്നു. തുറന്ന് ഒഴുകി വന്നാൽ ഈ വെള്ളം ഒഴുകി വരുന്നതാണ്. ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്, ഇങ്ങനെ ഒഴുകി വരാൻ വെള്ളം നോക്കാം. മഴവെള്ളമൊന്നും ഇങ്ങനെ ഒഴുകി വരരുത്, ഇവിടെ കെട്ടിക്കിടക്കണം. അതാണ് ആ പെണ്ണ് പറഞ്ഞത്. ഇതിന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത്. ഇങ്ങനത്തിന് ഇവിടെ താമസിക്കുന്നത് തമിഴ്നാട്ടുകാരൻ്റെ തമിഴ്നാട്ടിൽ പോകാം. തണ്ണീർമുക്കത്തുള്ള കുറച്ച് ഗുണാണ്ടന്മാർക്കുള്ള വീഡിയോ. തണ്ണീർമുക്കത്ത് പഞ്ചായത്ത് ഇത് നോക്കുക. നേരെ വന്ന് പൈപ്പ് വന്ന് ടാങ്കിൻ്റെ ഉള്ളിലാണ് പോണത്. ഇത് ടാങ്കല്ലെന്നു. ഇത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നത് ഇവിടെ അലക്കണ വെള്ളത്തിൻ്റെയൊക്കെ കണ്ട അലക്കണ വെള്ളത്തിൻ്റെയൊക്കെ ഇതിലിങ്ങനെ ഒഴുകി വരും. അവിടെ കുഴി പോയി കിടക്കും. ഇതിൽ പറഞ്ഞത് അവിടെ തോട്ടിലേക്കായി ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം തോട്ടിലേക്കാണ് പോകുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാണ്ട് പിന്നെ വെള്ളം ആകാശത്തൂടി പറന്നു പോകും. ടാങ്ക് എല്ലാം കെട്ടിയിട്ടുണ്ട്. സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ പൂട്ടിക്കണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നവർ. അല്ലാണ്ട് ഇവിടെ സ്ഥാപനം നടത്തണമെന്നൊന്നുമില്ല. ഇവർക്ക് സ്ഥാപനം, ഞങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കണം. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. 2-3 രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 2-3 ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. പിന്നെ ഈ ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണിൻ്റെ എപ്പോൾ നോക്കിയാലും പരാതി. അവിടെ മണമാണ്, അവിടെ വെള്ളമൊന്നും കെട്ടിക്കിടക്കണില്ല. എന്നിട്ടാണ് പെറ്റിയടിച്ച് തരാൻ പോയത്. എൻ്റെ പേര് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറഞ്ഞ പേര് പറയാൻ പറ്റിയില്ല, നീ തമിഴ്നാട്ടുകാരനത്തിന് ഇവിടെ ഇരിക്കണേന്ന്. അന്നേരം എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ വയലൻ്റായിട്ട് ആ വീഡിയോ ഇട്ടത്. ഇങ്ങനെ ഇരിക്കണ്ട, നമുക്ക് എല്ലാം ശരിയാവും. അല്ലേ? ചുമ്മാ കരയണ്ട പോട്ട്. കരഞ്ഞിട്ടെന്നത്തിന് മുമ്പ് കാലം ചെയ്യാൻ വേണ്ടി ഒരു കാലം ചെയ്യണ്ട. സഞ്ചി താഴെ കിറ്റ് പാത്രത്തിൽ പടവറുത്തത് ഇത്രയും വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ട് നിർത്തി. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി. ഈ കൈമ്പിച്ചില്ലേ, ഇനി വടയെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കത്തില്ല ഗൈസ്. ഈ വട നിർത്തിയിരിക്കുന്നു. ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടി പോലീസുകാരെയൊക്കെ വിളിച്ചു. സോറി സാറേ, വീഡിയോ ഒന്നും ഇങ്ങനെ ഇതാക്കിയത്. ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടി പോലീസുകാരൊക്കെയാണ് വരുന്നത്. ഉഴുന്നോടെ ഉണ്ടാക്കുന്നത് ഒരു ദേശീയ കുറ്റമാണ്. ഒരു വലിയ ടെററിസ്റ്റിൻ്റെ സംഭവമാണ് ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ പറയുന്ന കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടണം കേട്ടോ. മോശമായ കണ്ടീഷനിൽ ഫുഡ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നു. ഇവിടെയൊക്കെ കാണിച്ചിട്ട് ആർക്കെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടല്ലോ, ഇതെല്ലാം കണ്ടല്ലോ. താഴെ നല്ല ടൈലിട്ടിട്ട് ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചതാണ്. ഇത് കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ചൂടോടുകൂടി വെച്ചിരിക്കുന്നത്. ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന കുറ്റിവെള്ളം. അതിൽ എല്ലാം ഞാൻ പറയുന്നത് കേൾക്കും.
രീതിയിലുള്ള തെറ്റുകൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടിപ്പോൾ നിലവിലുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അതിന് ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ നിയമപ്രകാരം നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് ഇല്ല. അതോടൊപ്പം തന്നെ ഈ ആഹാര സാധനം ഉണ്ടാക്കണമെങ്കിൽ വെള്ളം പരിശോധിച്ചിരിക്കണം. വെള്ളവും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇത്തരമുള്ള പരിസ്ഥിതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിൽ ധാരാളം പകർച്ചവ്യാധികൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഷിഗല്ല ഒക്കെ തൊട്ടടുത്ത് ഈ ജില്ലയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം ഇവിടെ നിന്ന് രോഗം പടരാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാലിന്യമായ വെള്ളം തോട്ടിലേക്ക് കൂടെ ഓവർഫ്ലോ ഒരു തോട്ടിലും പോകുന്നില്ല. തോട്ടിലൊരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല. അടുത്ത് നിങ്ങൾക്ക് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ധാരാളം അവിടെ വെള്ളം കെട്ടുകളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കൊതുക് വളരാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉണ്ടാക്കാനും പാടില്ല, വിൽക്കാനും പാടില്ല. ഞങ്ങൾ പറയുന്ന കണ്ടീഷൻ പ്രകാരം നിങ്ങൾക്കൊരു 3 ദിവസം തരും. ആ കണ്ടീഷൻ പ്രകാരം നിങ്ങൾ അത് ശരിയാക്കിയതിന് ശേഷം മാത്രം ഇത് തുറന്നാൽ മതി. അതൊന്ന്. രണ്ടാമത്തൊരു കാര്യം, ശല്യം എന്നുള്ള തരത്തിൽ അടുത്ത വീട്ടുകാർക്ക് പിന്നെ ജീവഹാനി വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊതുജനാരോഗ്യ നിയമപ്രകാരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ മരം അപ്പുറത്തോട്ട് വീണ് കിടക്കുന്നത്. അതും ഈ പറയുന്നത് കേസല്ലമ്മ, ഞങ്ങളുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ട്. 1 സെന്റോളം കയ്യേറി ഇരിക്കുന്നുണ്ട്. അത് തീരട്ടെ, സർവേ എല്ലാം എടുത്ത് കഴിയട്ടെ. മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മരം അടുത്ത വീട്ടിലേക്ക് അതന്നെ പറയുന്നത്. ഞങ്ങളുടെ 1 സെന്റ് സ്ഥലം അവരുടെ കയ്യിലാ ഉള്ളത്. അമ്മ അതൊക്കെ വീട്ടിലോട്ട് മാറുന്നെങ്കിൽ പോലും അത് ഗവൺമെന്റ് അറിയിച്ചിരിക്കണം, പഞ്ചായത്തിൽ അറിയിച്ചിരിക്കണം. എന്നിട്ട് ആ നമ്പർ വെച്ചിട്ടാണ് ലൈസൻസ് എടുക്കേണ്ടത്. ഞങ്ങൾക്ക് ആകെ കൂടി ഒരു വീടിന്റെ ഇതേ ഉള്ളൂ. അപ്പൊ വീടുകളിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഷെഡ് പണിത് പഞ്ചായത്തിന് സാങ്ഷനോട് കൂടി മാത്രമേ ആഹാര സാധനം ഉണ്ടാക്കാൻ പാടുള്ളൂ. നമ്പർ തരുന്നില്ല. അവര് ആദ്യം ഒന്ന് തന്നിട്ട് അത് നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങേണ്ടിയിരുന്നു. നിങ്ങളത് ചെയ്തിട്ടില്ലല്ലോ. നിയമപരമായിട്ട് ചെയ്ത് അന്നേരം അവർ പറഞ്ഞ വീട്ടിൽ നിന്ന് 1 മീറ്റർ ഷെഡ് മാറണം എന്ന് പറയുന്നത് മാറ്റി കെട്ടാൻ പറ്റുമോ? അല്ല, അത്തരം കാര്യങ്ങൾ പഞ്ചായത്ത് സെക്ഷനാണ്. ഞാൻ പറയുന്ന ഹെൽത്തിന്റെ അതെല്ലാം പറഞ്ഞ അവിടുത്തെ കാർഡ് തന്നെങ്കിൽ ഈ നമ്പർ തന്നെങ്കിൽ 1 മീറ്റർ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അത് നടക്കോ? നിങ്ങൾ വെറുതെ സംസാരിക്കും. ജീവിക്കണം. ഞാൻ മനസ്സിലാക്കി എന്റെ മക്കളെല്ലാം ഇവിടെ ഉണ്ട്. എന്നെ മാനെ ഞാൻ കൂട്ടിട്ട് പോവും. സന്തോഷം സമാധാനം പറ്റില്ല. നിങ്ങൾക്ക് സമാധാനം പറ്റില്ല. പഞ്ചായത്ത് ഈ അയൽക്കാർക്ക് സമാധാനം പറ്റില്ല. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി കിടക്കുകയാണ്. 2006 വന്ന് 7, 8, 9, 10 അനുവയ്ക്ക് എല്ലാവർക്കും ഞാൻ 2000 ഭർത്തി വണ്ടി എടുത്ത് എല്ലാവരും ജീവിച്ച് പിള്ളേരെ കൊണ്ടത് നമ്മളെ മക്കളെ വളർത്തി നിങ്ങൾക്ക് വരേണ്ട ആവശ്യം മതിയല്ലേ? ഞങ്ങൾ കച്ചവടം ചെയ്യണം. ഉഴുന്നോടെ ഉണ്ടാക്കുന്നത് നിർത്തി. നല്ല മോശമായ അവിടെ അതിവൃത്തികെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറേ ഉണ്ട് ചേർത്തലയിൽ. ആ രീതിയിലുള്ള വടയിന് കഴിച്ചാൽ മതി. ഉഴുന്നോടെ ഒക്കെ ചാക്കിലേക്ക് എടുത്തുകൊണ്ടാണ്. മോശമായ സാഹചര്യത്തില് നല്ല പാത്രം, നല്ല പൈസ കൊടുത്ത് പോ, അങ്ങോട്ട് പൈസ മേടിക്കാൻ പോ. നിന്റെ വടി നോക്കി പോ. 5, 10, 15, 20, 25, 30, 35, 5, 40, 45, 50. ഇതിൽ നിന്ന് മോശമാണെന്ന് പറഞ്ഞാൽ കിറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. കിറ്റിൻ്റെ അകത്ത് വെച്ചാൽ നല്ല ടൈറ്റ് മീൻ ഇറച്ചെല്ലാം വിൽക്കുന്നത് പ്ലാസ്റ്റിക് കിറ്റിൽ. കേൾക്കുന്നവരെല്ലാം ഇതിനെപ്പറ്റി അറിയില്ലാത്തവരാണെന്നാണോ? എല്ലാവർക്കും അറിവുണ്ട്. ഇന്ന് ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മോശമായ സാധനം, ഇന്നത്തെ പൊതുജനങ്ങൾ കഴിക്കേണ്ട സാധനമാണ്. എല്ലാവരും പരിപ്പുടയൊക്കെ ഉണ്ടാക്കുന്നത് മറ്റേ മോശമായ അന്തരീക്ഷത്തിലാണ്. ഈ സ്ഥാപനത്തിൽ അന്വേഷണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മോശമായ അന്തരീക്ഷം, നല്ല വൃത്തിയുള്ള പാത്രത്തിന്റെ അകത്ത് ഉണ്ടാക്കിയിടുന്നുണ്ട്. പരിശോധിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ഷാപ്പുണ്ട്, ഷാപ്പിൽ വെള്ളം പരിശോധിച്ചിട്ടില്ല. ഷാപ്പ് ഇപ്പൊ ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ്. അവിടെ ഒരു പൈപ്പില്ല, കുടിവെള്ളത്തിന് പൈപ്പില്ല, ഒന്നുമില്ല.
ഇതൊക്കെ കറക്റ്റ് കണക്കായിട്ട് പറഞ്ഞത് ഈ പരിസരത്ത് ഭയങ്കര ഭയങ്കര മണമെന്ന് മണമാണ്. പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മണമെന്ന് മാലിന്യമല്ല, പറഞ്ഞാൽ മാലിന്യം ഭയങ്കര മണമെന്ന് മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് മണം പറയാം. സാധനം ഉണ്ടാക്കുന്ന ആൾക്ക് വേണമെങ്കിൽ പിന്നെയും കഴിക്കാമല്ലോ. അതെ തന്നെ, നിങ്ങൾ മോശമായിട്ടുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ പറയും. ഇതിലപ്പുറത്ത് കൈക്കൂലി മേടിച്ചിട്ട് വന്നേക്കണം. മോശമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഉള്ളി വടയൊക്കെയെന്നാണ് പറയണത് അവർ. ഇവിടെ കടിച്ചാർപ്പിലേക്ക് കൊടുക്കുന്ന കടിയണതെല്ലാം ഇത് കിറ്റിലാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റും കിറ്റിൽ കിറ്റ് നിരോധിച്ചതാണ് അവർ. സർക്കാർ വേറെ നല്ല വലിയ ബാഗൊക്കെ ഇറക്കിയിട്ടുണ്ട്. ചൂടോടുകൂടി എടുത്ത് വട എടുത്തിട്ട് ചൂടോടെ തന്നെ. അപ്പോൾ ഈ കടയിൽ പ്ലാസ്റ്റിക് കവർ പപ്സൊക്കെ കൊടുക്കുന്നത് അതിനൊക്കെ ഉത്തരം വേറെ പറയാമല്ലോ. അതിന് വേണ്ടിയിട്ട് പപ്സ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിറ്റേ കൊടുക്കും, അതിന് കുഴപ്പമില്ല. മീൻ പച്ചക്കറി ഇതെല്ലാം കിറ്റ് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഇതിന് ഉപയോഗിക്കാനില്ല. തൊട്ടപ്പുറം ഷാപ്പുണ്ട്. ഷാപ്പിൽ ഫുഡുണ്ട്, ഊണുണ്ട്, കറിയുണ്ട്. അവിടത്തേക്ക് ഹെൽത്ത് കാർഡില്ല, ഒന്നുമില്ല. വെള്ളത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത പേപ്പറില്ല അവിടെ, ഇതൊന്നുമില്ല. ഷാപ്പ് കള്ളൊക്കെ കുടിക്കണ നിൽക്കാം, ലാഭിഷായിട്ട് നിൽക്കാം. ഞാൻ ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ സ്ഥാപനം മൊത്തത്തിൽ നിർത്തിയിട്ട് ഈ തമിഴ്നാട്ടുകാർ ഇവിടെ താമസിക്കാൻ വേണമെന്ന് പറഞ്ഞ പെണ്ണാണ് ഈ പെണ്ണ്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇവർ ഇവിടെ താമസിക്കരുതെന്നാണ് ഇവർ പറഞ്ഞത്. അത് തണ്ണീർമുക്കം പഞ്ചായത്തുകാർ തീരുമാനിക്കുന്ന പറഞ്ഞു. തമിഴ്നാട്ടുകാർ ഇവിടെ താമസിക്കരുത്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകണേ. ബായ്. ഹെൽത്തുകാർ പറഞ്ഞ ടാങ്ക് പുറകിൽ ടാങ്കുണ്ട്. ടാങ്കിൻ്റെ സൈഡിൽ ഊട്ടയുണ്ട്. മറ്റേ സൈഡിലെ 2-3 സ്ഥലത്തൊക്കെ മറ്റേ മേലിൽ മൂടി വെച്ചല്ലോ, അതിൽ ഊട്ടയുണ്ടെന്ന്. ഊട്ടയുള്ളതുകൊണ്ട് സ്ഥാപനമൊന്നും പാടില്ലെന്ന് പറഞ്ഞു. അതിൽ കൂടി കൃമികൾ വരുന്ന പറഞ്ഞു. അതായത് എൻ്റെ നേരെ ഷെഡിൻ്റെ പുറകിലേക്കാണ് സാധനത്തിൻ്റെ അകത്തുകൂടി കുഴിയുടെ അകത്തുകൂടി കൃമികൾ വരും. അവിടെ മാവരക്കണ മുറിയുടെ അകത്തൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ പാത്രമുണ്ട്, പാത്രത്തിൻ്റെ പ്രശ്നം അവർ പറഞ്ഞ പാത്രത്തിലിട്ട് വെക്കരുത്, സ്റ്റീൽ പാത്രത്തിൽ വരുന്നൊക്കെയാണ് പറയണത് അവർ. അപ്പം ഞാൻ ഇത്ര ഉണ്ട്, കുഴപ്പമില്ല. ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം തിങ്കപ്പോൾ. അരെ ബൈ സാറേ, ബൈ. ഹലോ നിങ്ങൾക്ക് ബോധമില്ലേ? ബൈ. ഉദ്യോഗസ്ഥർ ഇവരൊക്കെയാണ് ഞാൻ അറിയണം. ഇവിടെ നിന്ന് ചാടും ഇത്തിരി കഴിയുമ്പോൾ. ഈ പോണവന്മാർ തന്നെയാണ്. അവന്മാരെല്ലാം കൃത്യമായിട്ട് പോകുന്നു. ജീവന് വിലയില്ലാത്ത രീതിയിലാണ് അവന്മാർ പോകണം. കണ്ട. ഹലോ ഗൈസ്, അപ്പോൾ മൊത്തം സാധനം ചാക്കിലൊക്കെ വാരിയെടുത്തു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഷാപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ കുഴിയുണ്ട്, കുഴിയുടെ അകത്ത് വേസ്റ്റ് കിടപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. അവിടെ അകത്ത് ഒരു വിറക് പോലെ ഉണ്ട്, മറ്റേ കരി പിടിച്ച് പിടിച്ച് അതിൻ്റെ അകത്ത് വെച്ചാണ് കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ കയറി അവരവിടെ നോക്കി പോയി കഴിഞ്ഞു. ഇവിടെ വേറൊരു തെങ്ങിലെ ഷാപ്പാട്, ചൂടിയിലോ ഒന്നുമില്ല. ഇവിടെ നല്ല വൃത്തിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം കംപ്ലീറ്റ് ചാക്കിൻ്റെ അകത്ത് വാരി കൊണ്ടുപോയിട്ട് ഇവിടെ മഴവെള്ളം പെയ്ത് അങ്ങോട്ട് ആ കുഴിയുണ്ട്. ആ കുഴിയിലാണ് പോകുന്നത്. തോടായിട്ട് ഇത് കാരണം വെച്ചാലും പോകില്ല. കാരണം ഈ സ്ഥലവും ഇതുമുള്ള പൊക്ക വ്യത്യാസമുണ്ട്. ഈ വെള്ളം ഒഴുകിയിട്ട് അങ്ങോട്ട് പോകണം നമുക്ക്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകണം. ഇവിടെ പൊക്കം. ഇത് ടാങ്കിൽ നിന്നൊന്നും വെള്ളം വരത്തില്ല ഇങ്ങോട്ട്. ഈ കുഴി വന്ന് മഴ ഒരു കാരണം വെച്ചാലും അങ്ങോട്ട് പോകില്ല. അത് പൊങ്ങിയ സ്ഥലമാണ്. അയാൾ വാ തുറന്ന് കള്ളപ്പുറത്തന്നെ ഉണ്ട്. മഴവെള്ളം മൊത്തം തോട്ടിലാണ് പോണേ. മഴവെള്ളം വേസ്റ്റ് വെള്ളം തോട്ടിലാണ്. അവിടെ വേസ്റ്റിൽ നിന്ന് വെള്ളം ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. അവിടെ മാലിന്യം എന്ന് പറഞ്ഞ സാധനമില്ല ഇവിടെ. എന്നിട്ട് പച്ചയായിട്ട് കള്ളത്തരം പറഞ്ഞ് നല്ല രീതിയിൽ ഉണ്ടാക്കിയ സാധനം മൊത്തം എടുത്തുകൊണ്ട് പോയേക്കണേമാർ. വൃത്തിയില്ലെന്ന് പറഞ്ഞ സ്ഥലമാണ് നോക്കുക. ഞാൻ വൃത്തിയില്ലെന്ന് പറയണേ ഇവർ. ഇവിടെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല നനക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇവിടെ വൃത്തിയില്ല. അല്ല, ഇവർ മനഃപൂർവ്വം സാധനം ഇവിടെ മൊത്തം വാരിക്കൊണ്ട് പോകണം. ഇതില്ലെന്ന് കണ്ടിട്ട് മനഃപൂർവ്വമാണ് സാധനം എല്ലാം വാരി കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാലിന്യമായ വെള്ളം തോട്ടിലേക്ക് കൂടെ ഓവർഫ്ലോ ഒരു തോട്ടിലും പോകുന്നില്ല. തോട്ടിലൊരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല. അടുത്ത് ഇവിടെ മഴവെള്ളം
അപ്പോൾ ഇത് അങ്ങോട്ട് ആ കുഴിയുണ്ട് ആ കുഴിയിലാണ് തോടായിട്ട് ഇത് കാരണം വെച്ചാൽ മൂലം കാരണം ഈ സ്ഥലവും നിങ്ങളുടെ പൊക്കം വ്യത്യാസമുണ്ട്. ഈ വെള്ളം ഒഴുകിയിട്ട് അങ്ങോട്ട് പോകണം നോക്കാം. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകണം. ഇവിടെ പൊക്കം ഇത് ടാങ്കിൽ നിന്നും വെള്ളം വരത്തില്ല ഇങ്ങോട്ട്. ഈ കുഴി വന്ന് മഴ ഒരു കാരണം വെച്ചാലും അങ്ങോട്ട് പോകില്ല. അത് പൊങ്ങിയ സ്ഥലമാണ്. അയാൾ വാ തുറന്ന് കള്ളപ്പുറത്തുണ്ട്. മഴവെള്ളം മൊത്തം തോട്ടിലാണ് പോകുന്നത്. മഴവെള്ളം വേസ്റ്റ് വെള്ളം തോട്ടിലാണ്. അവിടെ വേസ്റ്റ് വെള്ളം നമ്മുടെ കെട്ടി കിടപ്പുണ്ട്. മാലിന്യം എന്ന് പറഞ്ഞ സാധനമില്ല ഇവിടെ. എന്നിട്ട് പച്ചയായിട്ട് കള്ളത്തരം പറഞ്ഞ് നല്ല രീതിയിൽ ഉണ്ടാക്കിയ സാധനം മൊത്തം എടുത്തുകൊണ്ട് പോയേക്കണം. വൃത്തിയില്ലെന്ന് പറഞ്ഞ സ്ഥലമാണ് നോക്കുക. ഇതാണ് വൃത്തിയില്ലെന്ന് പറയുന്നത്. ഇവിടെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല കണക്കാണ്ടായിക്കൊണ്ടിരിക്കണം. വൃത്തിയില്ല അല്ല ഇവർ മനഃപൂർവ്വം സാധനം ഇവിടെ മൊത്തം വാരിക്കൊണ്ട് പോകണം. ഇതില്ലെന്ന് കണ്ടിട്ട് മനഃപൂർവ്വം സാധനം എല്ലാം വാരിക്കൊണ്ട് വരണം. സാറേ നമ്പറല്ല ഇത് പറയട്ടെ എന്തോ വാർഡ് മെമ്പർ പ്രേക്ഷിതൻ ഹെൽത്ത് സൂപ്പർവൈസർ CHC മുഹമ്മ, സ്വീകർത്താവ് ജയശ്രീ രാമൻ, മേരി സ്വീറ്റ്സ്, കനിയാമേരി പറമ്പ്, മരുത്തോർവട്ടം PO, ചേർത്തല, ആലപ്പുഴ. വിഷയം സ്ഥാപനം അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് സൂചന 4/6/2026 PS നോട്ടീസ് നമ്പർ 16/2026 ഹെൽത്ത് സൂപ്പർവൈസറുടെ പരിശോധന 4/6/2026 രാവിലെ ടൈം എന്ന് പറഞ്ഞാൽ 8 എത്ര 10:20 10:57 മണിക്ക് താങ്കളുടെ ഉടമസ്ഥയിലുള്ള തണ്ണീർമുക്കം പഞ്ചായത്തിലെ വാർഡ് 18-ലെ 370 നമ്പർ സ്ഥാപനമായ പരിശോധിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും അനധികൃതമായ പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ രീതിയിലും വെള്ളം പരിശോധിക്കാനും ചുറ്റുപാടിൽ പാചകം ചെയ്തതായും കൊതുക് വളരാനുള്ള അത് പരിഹരിച്ച് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നവരെ താങ്കളുടെ സ്ഥാപനം 2023 സെക്ഷൻ 12(6)(1) പ്രകാരം താൽക്കാലികമായി അടച്ചുപൂട്ടി ഉത്തരവാകും. കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നോട്ടീസും തന്നെ കണ്ടില്ലായിരുന്നോ? ലൈസൻസ് ഇല്ലാത്ത ഉൾപ്പെടെ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഇത് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നിങ്ങളിത് ഒപ്പിട്ടില്ല, ഇവിടെ പതിച്ചു കൊടുക്കും. എന്നത്തെ പലിശ വെച്ചാലും ഒരു കാര്യമില്ല. നിങ്ങളിത് ഒപ്പിടുക. நாங்க என்ன தெட்டு செய்தோம் அதுக்கு பாத்து போறல நாங்க என்ன தெட்டு செய்தோம் நாங்க பாவங்களுக்கு இவட மண்ணெண்ண ஊத்தி கத்திக்கணும் உங்க கண்ணுல நான் கத்தி சாவணும் நாங்க ரெண்டு வரம் ஜீவிக்கணும் ഈ மேல கடன் 5 லட்சம் ரூபாய் கடன் ഉണ്ട് நீங்க பயிர்த்திக்கோ ஓ பேங்க் வழிக்கு நீங்க பயிர்த்திக்கோ அதுக்கு உத்தரவு வைங்க நீங்க பேங்க் வழிக்கு பயிர்த்திக்கோ எனக்கு மாசம் அவட 15000 அடைக்கணும் വേറെ ഒന്നുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ജീവിതം ഒരു ദിവസം 10 കിലോ ഉഴുന്ന് മല പോലെ ഇല്ല 10 കിലോ ഉഴുന്ന് ഞങ്ങളുടെ ജീവിതം ഈ മോശമായ കണ്ടീഷനിൽ എന്ത് മോശം ഇതെന്ത് മോശം മണപ്പുറഞ്ഞില്ല മോശമൊന്നുമില്ല ഇവിടെ എന്ത് മോശം എന്താ മോശം ആ ഉത്തരവ് ഈ അട എങ്ങനെയുണ്ട് ആ റൂം എങ്ങനെയുണ്ട് അതൊക്കെ നോക്കണം പുറയില് കുളിക്കാനും ബാത്റൂം പോകാൻ പറ്റുന്ന വെള്ളങ്ങളൊക്കെയാണ് പറയുന്നത്. വീഡിയോ പിടിച്ചിട്ട് അതിലേക്ക് ഇടാൻ നേരത്ത് ഇതെല്ലാം വയലേഷന്റെ ഒരു ഭാഗമാണ്. ഒന്ന് മനസ്സിലാക്കും. നിങ്ങൾ ഞാൻ പറയുന്നത് പഞ്ചായത്ത് പോകുമ്പോ അപ്പുറത്തെ ഒച്ചപ്പാടുകളുണ്ട് മെമ്പർ ഒപ്പിടട്ടോ ഒരു കാര്യത്തിൽ ഞാൻ ഒപ്പിടൂല വീട്ടിൽ കുളിക്കാൻ പറ്റണത് ബാത്റൂം പോകാൻ പറ്റുന്ന വെള്ളമൊക്കെയാണ് ഫോട്ടോ എടുത്തിട്ട് വൃത്തിയില്ലെന്ന് പറയണം. എന്റെ വീട് വൃത്തിയില്ല അവിടെ വെള്ളം കിടക്ക അത് കിടക്കിന് പറയുക ഞാൻ സമ്മതിക്കാം എന്തെത്ര നീട്ടല്ലാമ കിടക്ക് നമ്മൾ ചെയ്ത ഇത്ര പൈസ മുടക്കി ഇത്ര രൂപ മുടക്കി ചെയ്തിട്ട് നിങ്ങൾ ഇത്ര പറയുന്ന എന്നർത്ഥം അമ്മയല്ലോ ഉണ്ട് ഈ ഉത്തരവാദിത്തം എനക്കുള്ള ഞാൻ தான் நடத்திட்டே இருந்த இத்தனை வருஷமா தொழில் நடத்துறது நான் தான் கப்பாண்டி முட்டாயில இருந்து எல்லாம் நான் நடத்துறேன் പഞ്ചായത്തുകാർ ഒപ്പിട്ടാൽ ഞാൻ ഒപ്പിട്ടാൽ ഞാൻ ഒപ്പിട്ട് മേടിക്കില്ല എനിക്ക് ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചാവും അമ്മയും പോകണം ഞങ്ങൾ വേറെ ഒരു വഴിയാ പെൺമക്കളെ കഷ്ടപ്പെട്ട് കെട്ടി കൊടുത്തിട്ട് പിന്നെ അത് രണ്ടു ഒരേ ഉള്ളൂ എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട് 10 ലക്ഷം രൂപ കടമുണ്ട് അടച്ചുപൂട്ടുന്നത് പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ഇതിൽ പെടുന്നതാണ്. അടച്ചു പൂട്ടിട്ട് ഇവിടെ എന്താണ്ട് അതാ ചൊല്ലുങ്ക
എന്ത് വൃത്തിയായിട്ട് ആലോചിച്ചുള്ള കഞ്ഞ കടത്തി വിൽക്കണമാ ഇല്ല വേറെ എന്താ പണി ചെയ്യണമാ എங்களுக்கு അടച്ചു പൂട്ടാ അന്തസ്സാ പണിയെടുത്ത് ജീവിക്കാൻ உங்களுக்கு இதா இருக்கு ഇവിടെ കലാകുറ്റം പറഞ്ഞു തീർപ്പാ അവൻ പാട്ടുക അവനെ ഇതിലെ കലാകുറ്റം തന്നിരിക്കോ തണ്ണീർ മറ്റേ അവിടെ എസ് എൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ ശമ്പളം കൊടുക്കും ഈ വെള്ളം തന്നെ കൊണ്ട് കൊടുത്തത് അതിന് അവിടെ കൊടുത്തിട്ട് വന്നില്ലല്ലോ ശനിയാഴ്ച അവിടെ ക്ഷമിക്കണം എന്നല്ല ശരി നിങ്ങൾ ലൈസൻസ് മറ്റെല്ലാം ഉണ്ട് കുട്ടി ലൈസൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ലൈസൻസ് ഉണ്ട് ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവര് പറയണേ 25,000 ഫൈൻ അടച്ചേ പറ്റുമോ എന്തായിരുന്നു അടയ്ക്കാം എന്താ കൊടല ഊരിയാ ഇല്ല കിറ്റിനെ കൊടുത്താൽ ഞാൻ കടൽ അടയ്ക്കണം 25,000 പഞ്ചായത്തിന് എന്നാ പറയുന്ന പഞ്ചായത്ത് പൈസ അടയ്ക്കണം എന്നാ കാര്യത്തിന് പൈസ അടയ്ക്കണം 25,000 ഫൈന് കളക്ടർ വേണ്ടാണ്ട് 10 മാസത്തിന് മുമ്പ് പറഞ്ഞു വിട്ട സാധനത്തിന് അടയ്ക്കണം இப்பத்தே உள்ள காரியத்துக்கு நீங்க எடுத்த ஓட்டிட்டு போனாலும் எதுவும் நாங்க கீறி போட்டு நாங்க எங்கட ஜீவனம் செய்வோம் வந்து வரட்டும் யார் வந்து செய்யட்டும் நீங்க எடுத்த ஓட்டிட்டு போனாலும் எங்கட ஜீவன் நாங்க செய்யும் அல்லனே சாவும் இந்த 2 பாயிண்ட் 1 இல்ல சாவணும்னா அம்மை மூண சாவணும்னா சாவணும் நீங்க ஓட்டிட்டு போனா அது கீறி களையும் ஒரு குறை இல்ல நீங்க வெட்டிட்டு போனா கீறி அடுப்புல விட்டு எரிக்கும் അല്ലെങ്കിൽ ആരെങ്കിലും പതിക്കും ഇതൊന്ന് നമ്മൾ പണ്ട് എറണാകുളത്ത് താമസിച്ചാൽ അവിടെ പോകാം നമ്മ വീട് വേണ്ടമ്മ നമ്മ വീട് ഒന്നും വേണ്ട വേണേ കളക്ടർ ഓഫീസിന്റെ ബിൽഡിങ്ങിന് വിളിക്കത്ത് ചാടുന്നു പറഞ്ഞു മതി അപ്പോൾ കളക്ടർ കൊടുക്കും അതോടെ ചെയ്യണം അമ്മയും മോനും അവിടെ നേരെ കളക്ടർ ഓഫീസിൽ പോവുക ബിൽഡിങ്ങിന് മേളിൽ കയറുക അവിടെ നിന്ന് ചാടുന്നു പറയുക ചാടൻ പറഞ്ഞു എനിക്ക് ന്യായം കിടക്കുന്ന പിന്നെ പെട്രോൾ വാങ്ങുക മേത്തൊഴിക്കുക അവിടെ നിൽക്കുക അതാണ് നല്ലത് ഇപ്പം ഇവിടെ ഞാൻ നല്ല പെട്രോൾ മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചാണ് അത് മേടിച്ചില്ല മേടിച്ചിരുന്ന് ഇപ്പം മേത്തൊഴിച്ചിട്ട് നിൽക്കണേ നിൽക്കായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ആരെങ്കിലും വരാണ്ടിരിക്കില്ല വരും നീങ്ങി നമുക്കിവിടെ വൃത്തിയില്ലാത്ത സ്ഥാപനം എന്ന് പറഞ്ഞത് നല്ല വൃത്തിയില്ലാണ്ടായിട്ട് നുണ പറഞ്ഞ് നമ്മുടെ സ്ഥാപനം പൊട്ടിക്കുക ബിൽഡിംഗ് നമ്പർ പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ അപേക്ഷയുടെ സാധനത്തിൻ്റെ നടപടി എടുക്കാൻ വന്നിട്ടില്ലായിരുന്നു നിങ്ങൾ വേറെ ഒരു മനച്ചാച്ചുള്ള ആൾക്കാരാ സാർ പറഞ്ഞ നിങ്ങൾ ഒരു മനച്ചാച്ചുള്ളിലാ ഇല്ല കേക്ക മനച്ചാച്ചുള്ളിലാ അതിനെ കണ്ട ഇതിലെ കേവലമാ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കണ ഓരോ ആൾക്കാർ ഞങ്ങൾ അപ്പടി ചെയ്തിട്ടല്ല ഇതിലേയും കേവലമുണ്ട് തരങ്ങില്ല വേറെ സ്ഥലത്തോടെ ഉണ്ടാക്കുന്ന സ്വത്തെ പറഞ്ഞാൽ ഞങ്ങള് മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എല്ലാവരും അപ്പൊ നിങ്ങൾ എന്നാ ലൈസൻസ് എടുங்க ചെയ്യുക ഞങ്ങൾ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവര് പറയുന്നു 25,000 ഫൈൻ അടയ്ക്കും എന്ത് കാര്യം എന്നോട്ട് കളിക്കുക പിത്താതെ കിടന്ന് അതിന്റെ ഊര് എടുത്ത് കളിച്ചു പോട്ടെ സൗണ്ട് കുറച്ച് സൗണ്ട് കുറച്ച് പറയാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കും നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കാൻ ഞാൻ കാര്യങ്ങൾ പറയാം പയ്യെ പറഞ്ഞ പിന്നെ നമ്മൾ 2023 തൊഴിലാളികളുടെ നിയമമുണ്ട് ഈ നിയമത്തിന്റെ പ്രത്യേകത നമ്മളുടെ ഒരു സ്ഥാപനം പരിശോധിക്കാൻ വരുമ്പോൾ അത് വൃത്തിയുള്ള സാഹചര്യമായിരിക്കും ഒന്ന് വൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിരന്തരമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വൃത്തിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇത് ഓരോ സ്ഥലങ്ങളും ഇതുകൂടെ ഒന്നുണ്ട് ഇതുണ്ടോ ഓരോ സ്ഥലങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഇതുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ സ്ഥാപനങ്ങളിലും ഇവിടെയാണ് ഇതിൻ്റെ അഴുക്കുണ്ടോ ഇതെല്ലാം കണ്ടല്ലോ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കുറേയൊക്കെ ആയി പക്ഷെ ഞാൻ ഈ പറയുന്നത് ഒരു സ്ഥാപനം വൃത്തിയായിട്ട് നടക്കുന്ന നല്ല രീതിയിൽ നടത്തുന്നതാണ് അമ്മ ഇങ്ങോട്ട് കേട്ടെ നന്നായിട്ട് നടത്തുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ആരും അടയ്ക്കണമെന്ന് ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞു തീരട്ടെ ഞങ്ങൾ പറയുന്ന രീതിയിൽ നടത്തണം ഒന്ന് നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കണം രണ്ട് ഇവിടെ പട്ടി പൂച്ച മറ്റ് ക്ഷുദ്രജീവികളൊന്നും വരത്തില്ലാത്ത രീതിയിലുള്ള ക്ലോസ്ഡ് ആയിരിക്കണം രണ്ട് നമുക്ക് ആവശ്യത്തിന് നല്ല വെള്ളം ഉണ്ടാവണം നല്ല വെള്ളം ജപ്പാൻ വെള്ളം നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ അടച്ചുകൂട്ടി ഇനി സ്ഥാപനം തുറക്കാൻ പറ്റത്തില്ല ഇതെല്ലാം എത്തിയിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് പറയാതെ എനിക്ക് തുറക്കാൻ പാടില്ല കാരണം പിന്നെ തന്ന നോട്ടീസ് പ്രകാരം ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഇത് തന്നെ ഇടണം കേട്ടോ കാരണം കള്ളത്തിലൊക്കെയാണ് ഇടുന്നത് ഞങ്ങളെ കൂടെ ഒന്ന് ആഡ് ചെയ്യാവോ ചെയ്തിരിക്കുന്ന എല്ലാം വയലേഷനാണ് വെള്ളവും പരിശോധിച്ചില്ല ലൈസൻസും ഇല്ലാതെ വളരെ വൃത്തികെട്ട സാഹചര്യത്തിലാണെന്നുള്ള പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയിട്ടുള്ള ഞാൻ തന്നെ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുറക്കാൻ പാടില്ല ഓക്കെ
ബാക്കിയുള്ള ഈ പേപ്പറുകളെല്ലാം പിന്നെ വന്നോളൂ ഇവിടെ. അപ്പോൾ ഈ പഞ്ചായത്ത് തുണി അലക്കുന്നു. തുണി അലക്കുന്ന വെള്ളമെല്ലാം ഒഴുകി വന്ന് ഇവിടെ നിൽക്കും. ഇതൊരു ചെറിയ കുഴി, അങ്ങോട്ട് പോയി നല്ല അവിടം വരെ പോയിട്ട് അങ്ങോട്ട് പൊക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഇവിടെ കടന്ന് പറ്റും. ഇതിനാണ് ഒരു വെള്ളം വേസ്റ്റ് വെള്ളം. ഒരു വീട്ടിൽ അലക്കാനും കുളിക്കാനും ഉള്ള വെള്ളമൊന്നും ഇവിടെ കിടക്കാൻ പാടില്ല. 9 രാവിലെ സമയം 9:35, 6-ാം മാസം 9-ാം തീയതി 35. ഇത് നമ്മുടെ പറമ്പിലെ പിറകെ വശം നോക്കുക, വെള്ളമൊന്നും ഇല്ലാണ്ട് വറ്റി കിടക്കണം. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വറ്റി കിടക്കുന്നു.